എന്തായാലും അടുത്ത നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ബനാന കുംസി. ഇതൊരു ആഫ്രിക്കൻ പേരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ബനാന കുംസി ഉണ്ടാക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതെന്താ മോളെ? എണ്ണ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്നു. വെളിച്ചെണ്ണ. ഇപ്പം വെളിച്ചെണ്ണ കട്ടിയാവാത്തതാണെങ്കിലും കുഴപ്പമില്ല അല്ലേ? ഓക്കെ. പിന്നെ പഞ്ചസാര, പാല്. ഇത് എത്രയാ? പാല് കുറച്ച് ഒരു സ്പൂണേ വേണ്ടു. ഓക്കെ. പിന്നെ മുട്ട. ഇത് മുട്ട എത്ര? രണ്ട് പഴത്തിന് 2 മുട്ട. 2 മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കണം അല്ലേ? ഓക്കെ. 2 പഴമാണ്. 2 പഴം. സാധാരണ നല്ല പഴുത്തത് നേന്ത്രപ്പഴം നല്ല പഴുത്തത് നോക്കി എടുക്കുക വീട്ടില്. ഓക്കെ. നെയ്യ്. ഓക്കെ. പിന്നെ ഏലക്ക പൊടിച്ചത്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഇത് ഇത്രയും മതിയോ? എണ്ണി വെച്ചിരിക്കുകയാണല്ലോ. കുറച്ചേ ഉള്ളൂ. ഇവള് കഴിച്ചു കാണല്ലേ പകുതി. എനിക്കറിയാം. 2 അണ്ടിപ്പരിപ്പ് ഇവള് കഴിച്ചു. ഇനി മുട്ട 2 2 പഴം. ഇതാണ് മെയിൻ നമ്മുടെ ബനാന കുംസിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പൊ ആദ്യം നമ്മള് ദോശക്കല്ല് നല്ല ചൂടായതിനു ശേഷം ഈ നോൺ സ്റ്റിക്ക് ഇതിലേക്ക് വെക്കും. അതിന്റെ മേളിലേക്ക് വെച്ചിട്ടാണ് ഈ പാത്രത്തിൽ നെയ്യ് പുരട്ടണം. ഫുൾ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് മുഴുവൻ നെയ്യ് പുരട്ടി വെച്ചിരിക്കുകയാണ്. താഴെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈവൻ ആയിട്ട് ഇതിന്റെ ചൂട് കിട്ടണം. ഒരു സ്ഥലത്ത് മാത്രം ചൂട് വരരുത്, എല്ലാ സ്ഥലത്തും ചൂട് വരാനായിട്ടാണ്. ഇത് അവനിൽ വെച്ച് ചെയ്യാൻ പറ്റുമോ? മൈക്രോവേവ് ഇല്ല, പറ്റില്ല. ഇങ്ങനെയാണ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഒരു നാടൻ ഒരു ബനാന കുംസി. അപ്പൊ ഇനി ഇതെങ്ങനെയാ ചെയ്ത് തുടങ്ങണേന്ന് നോക്കാം. പിന്നെ നമുക്ക് പഴമാണ് നമ്മളുടെ മെയിൻ. പിന്നെ ഈ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് പഴം ഇതിന് അരിയാം. സമയം കളയാനായിട്ട് നവി എന്തൊക്കെ ചെയ്യണേ? ഈ ടൈം പാസ് ചെയ്യാനായിട്ട് അത് നമ്മളെല്ലാരും കാണും. വേറെ എന്തൊക്കെ ചെയ്യും? പഠിക്കും. അതൊരു ടൈം പാസ് ആണോ? ഞാൻ ടൈം പാസ് ചോദിച്ചപ്പോ പഠിക്കും എന്നൊക്കെ പറയുന്നത്. ശരിക്കും പഠിക്കുമോ? ടൈം പാസ് ചെയ്യും? അതോ അമ്മ പറഞ്ഞിട്ടാണോ പഠിക്കുന്നത്? ടീച്ചറും കുട്ടിയായിട്ട് കളിക്കും. കഴിഞ്ഞ കൊല്ലത്തെ ബുക്ക് എടുത്തിട്ട്. അപ്പൊ ഈ സാരി എല്ലാം എടുത്ത് കയ്യിൽ വടി വെച്ച് ഒരു പ്രസ്ഥാനമാണ്. ആരെയും പുറമേ നിന്ന് ഒരാൾ കണ്ടാൽ വിചാരിക്കും വട്ടാന്ന്. ഇല്ല, ഞാനും കൊറേ അത് ചെയ്തിട്ടുണ്ട്. അച്ഛനും അമ്മയും കളിക്കില്ലേ നമുക്ക്? അടുപ്പിൽ ഇങ്ങനെ ചോറൊക്കെ വെച്ച് കല്ലൊക്കെ കൂട്ടി. എന്തായാലും നമുക്കിന്ന് കുംസി കളിക്കാം. എന്തായാലും ഈ പഴം അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 2 പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം. ഹായ് അങ്കിൾ. ഞങ്ങളിവിടെ കാര്യമായിട്ട് ഭയങ്കര കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബനാന കുംസി ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നവ്യയുടെ ഹോബീസ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് വർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. അങ്ങനെ വെച്ചാൽ ശരിക്കും എന്താണ്? ഓക്കെ. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആ ഏരിയയിലാണ്. ഓക്കെ. മാഡം ഉണ്ടാക്കുന്ന വേറെ വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള, ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കുന്ന കറികളിൽ ഏറ്റവും ഇഷ്ടം? ചേമ്പിൻ്റെ കറി. അടുത്ത പ്രാവശ്യം എങ്കിൽ പിന്നെ ഒന്നും കൂടെ വരണമല്ലോ ചേമ്പിൻ്റെ കറി കഴിക്കാൻ. നിങ്ങൾ നോൺ വെജ് കഴിക്കില്ല? നോൺ വെജിൽ ഏതാണ്? ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടാക്കും അല്ലേ നിങ്ങളിപ്പം? ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വേണം കേട്ടോ ചേച്ചി. ചേമ്പിന്റെ കറിയും ചില്ലി ചിക്കനും. നവിക്ക് പിന്നെ പായസം ഇഷ്ടമല്ല, ബനാന കുംസി ഇഷ്ടമല്ല, മധുരം ഒന്നും ഇഷ്ടമല്ല, ചോക്ലേറ്റ് മാത്രം കഴിക്കൂ. ഇവിടെ ഒരാളും മിസ്സിങ് ആണ്, നവിയുടെ ചേച്ചി. ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ഹായ്. ചേച്ചിയുടെ ഹായ് പറയും. അടുത്ത എപ്പിസോഡിൽ ചേച്ചി വന്നു. ഇത് എത്ര നേരമാണ് ഇപ്പൊ വഴറ്റുന്നത്? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ്. ഈ ഒരു പരുവാണ് അല്ലേ? ഒരു ഒട്ടിപ്പിടിക്കാൻ. ഓക്കെ. ഇപ്പൊ ഒന്നായെന്ന് തോന്നുന്നു. ഇനി അടുത്ത എന്താ ചേച്ചി? ഇനി മുട്ട. അപ്പൊ മുട്ടൻ്റെ കൂടെ ചേരക്ക. ഏലക്ക പൊടിച്ചത് 2 മുട്ടയിൽ ഇത്തിരി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക. പാലൊരു അത് ഒരു സ്പൂൺ മതി. ഓക്കെ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് നവ്യ
അങ്ങനെ നമുക്ക് നിലത്ത് വീഴുന്നു. ഇപ്പം നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാണ്. 2 മുട്ട, കുറച്ച് ഏലക്കാപ്പൊടി, ഇച്ചിരി പാല്, ഒരു സ്പൂൺ പാല്, ഇത്രയും മെഴുകി നല്ല ബീറ്റ് ചെയ്യാണ്. പഞ്ചസാര എത്ര ചേച്ചി? പഞ്ചസാര 2 സ്പൂൺ. ഇതിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. മതി. ഇനി അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. കല്ല് ചൂടാക്കാൻ വെക്കണം. ആദ്യം ഈ കല്ല് വെക്കുക. അതിൻ്റെ മേളിൽ കൂടെയാണ് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇത്തിരി കലക്കും. ഓക്കെ. ഈ നോൺ സ്റ്റിക്ക് പാത്രം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മുഴുവൻ നെയ്യ് തടവി വെച്ചിരിക്കുകയാണ്. ഗീ അല്ലേ, സാധാരണ നെയ്യ് തടവി ഫുൾ വെച്ചിട്ടുണ്ട്. അപ്പം കല്ല് ചൂടായി. കല്ല് ഇങ്ങനെ ആവി ചൂടായി. കൈ അങ്ങനെ വെച്ച് കൊടുക്കരുത്. ഇനി നോൺ സ്റ്റിക്ക് ഇവിടെ നെയ്യ് പുരട്ടിയ നോൺ സ്റ്റിക്ക് ഇനി വെക്കുവാണ്. ചൂടായതിന് ശേഷം ഇപ്പം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ട, ഏലക്കാപ്പൊടി, കുറച്ച് പാല്, പിന്നെ പഞ്ചസാര. ഇവർക്ക് ഓർമ്മ ഉണ്ടല്ലോ, പഞ്ചസാര, പിന്നെ എന്തൊക്കെയാ, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ എല്ലാം ഇട്ട് കഴിഞ്ഞു. അതായത് നമ്മൾ ഇനി ആദ്യം അടിച്ചു വെച്ചിരുന്ന മുട്ടയും സാധനങ്ങളൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ പഴം നേരത്തെ ഫസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന പഴം ഇങ്ങനെ വിതറി കുറച്ച് പീസായിട്ട് ഇട്ടു. അതിൻ്റെ മുകളിൽ കശുവണ്ടിയും അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചിരുന്നത്. നെയ്യിലാണ് രണ്ടും വറുത്തത്. ഇനി അത് അടച്ചു വെക്കുകയാണ്. പിന്നെ എത്ര നേരം അടച്ചു വെക്കേണ്ടത്? 15 മിനിറ്റ്. 15 മിനിറ്റോ? തുറക്കാമല്ലോ. ഓക്കെ. ആഹാ, നല്ല ഒരു ലുക്കൊക്കെ ഉണ്ടോ ചേച്ചി? പിന്നെ നമുക്കിനി പുറത്തെടുക്കാമല്ലോ അല്ലേ? ഏത് പ്ലേറ്റിലേക്കാ? ഇതിലേക്ക് തന്നെ കമത്തി ഇടുവാണ്. ഓക്കെ. അപ്പം ഇതെടുക്കുന്ന രീതി കണ്ടല്ലോ. ആദ്യം അതിൻ്റെ മേളിൽ ഒരു പ്ലേറ്റ് വെക്കുക. കാണിച്ചു കൊടുത്ത ചേച്ചി. ഇങ്ങനെ വെച്ചിട്ട് കമത്തുകയാണ്. അതാകുമ്പോൾ പൊട്ടാണ്ട് വരും എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ സ്പീഡിൽ ചെയ്യണം. അതിനൊരു നാക്കുണ്ട്. ആദ്യം പാത്രങ്ങളൊക്കെ മാറ്റി വെക്കുക. ചിലപ്പോൾ എന്താ പറ്റാൻ പോണെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ. യെസ്, റെഡി. അങ്ങനെ നമ്മുടെ ബനാന ഖുംസി റെഡി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ആ സ്പൂൺ ഒന്ന് എടുത്തരോ. ചേച്ചി തണുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കേണ്ടത് മെയിൻലി. അപ്പം നമ്മുടെ ബനാന ഖുംസി നല്ല തണുത്തിരിപ്പുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ. ഇതെന്ത് വരാത്ത? അപ്പം നമ്മുടെ ബനാന ഖുംസി ചേച്ചിയുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ അല്ലേ? എന്താ പറയാൻ പോകുന്നതെന്ന് ചേച്ചിക്ക് എന്ത് തോന്നുന്നു? നല്ല ടേസ്റ്റുള്ള. ഷുവറാണോ? എനിക്ക് ഷുവറാണ്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ചേച്ചി. അതായത് നല്ല മധുരം, മുട്ട, പഴം എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ്. നീ വേണ്ടാന്നല്ലേ പറഞ്ഞേ? നിനക്ക് അങ്ങനെ തന്നെയാണ്. അപ്പം ഇവിടെ ടേസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. ഇത് എല്ലാവരും ട്രൈ ചെയ്യാനൊന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞ ചിലർ കേൾക്കില്ല. ചേച്ചി എന്നാ പറഞ്ഞേ ഇതെല്ലാവരും ട്രൈ ചെയ്യാൻ? ഞാൻ പറയാനോ? ബനാന ഖുംസി നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഇത് സത്യം. പറയൂ. സത്യം. നിങ്ങളെല്ലാവരും സത്യമായിട്ട് ട്രൈ ചെയ്യണം. അടിപൊളിയായിട്ടുണ്ട്. പേര് കണ്ടിട്ട് ആരും ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. പേര് പോലെ ഒന്നുമല്ല, ഇത് ഭയങ്കര സ്റ്റൈലായിട്ടുള്ള സാധനമാണ് അല്ലേ? ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സ്പീഡിൽ ഉണ്ടാക്കി കൊടുക്കാം. തിരിക്കാനും മറിക്കാനുള്ള ആ പ്രശ്നമേ ഉള്ളൂ അല്ലേ? അത് നിങ്ങൾ ചെയ്താൽ മതി. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും എങ്കിൽ ഈ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവും, നിങ്ങളുടെ വായിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്യുക. ഇത് ഞാൻ എൻ്റെ പ്ലേറ്റോടെ ഞാൻ കൊണ്ടുപോവാണ്. എന്തായാലും നവ്യ കഴിക്കുന്നില്ല. അപ്പം ഞാനിത് പാക്ക് ചെയ്ത് ഞാൻ കൊണ്ടുപോവാണ്. ചേച്ചി പാക്ക് ചെയ്തോളൂ.